അണ്ണാ എങ്ങനെയുണ്ട്? എനിക്ക് കേക്കുന്നില്ല. എനിക്ക് ഇവിടെ മാറി കിടക്കുവോ? വെയിറ്റ്. എടാ കിങ് ലോക്കി, നീ സ്ഥിര സൂപ്പർ ചാറ്റ് ചെയ്യുന്നവനാ. നീ എന്നിട്ട് ഞാൻ ഈഗിളിന്റെ ഡിസ്കോഡിൽ കൊണ്ടിട്ട് ഫേമസ് ആക്കി തരാന്ന് പറഞ്ഞ് കൊട്ടേഷൻ ആയിട്ട് വന്നതാണല്ലേ നീ? പൈസ മേടിച്ചാണ്. ഈ കമ്മീഷനിലാണ് നീ സൂപ്പർ ചാറ്റ് ചെയ്യണം അല്ലേ? നൈസ്, നൈസ്, കൊള്ളാം. ഇതുപോലത്തെ പമ്പരപ്പറയന്മാരെ കൊണ്ട് എന്ത് ചെയ്യാനാണ് ഈ ഗെയിമിനകത്ത്? ഓരോ ദിവസവും ഇങ്ങനത്തെ ഓരോ പമ്പരപ്പറയൻ, പറന്നടി വീരൻ, മറ്റേ മലത്തിയടി ചന്ദ്രൻ, ഇതൊക്കെയാണ് ഓരോരുത്തന്മാരൊക്കെയാണ് വരുന്നത്. ഇതിപ്പോ ഞാനിപ്പോ ഗ്ലോബലിൽ ആക്രോസ് ഉണ്ട്. ഞാൻ ഗ്ലോബൽ കളിക്കണേ. ഞാനിപ്പോ ഗ്ലോബലൊക്കെ ഗ്രൈൻഡ് ചെയ്തോണ്ടിരിക്കണേ. ഗ്ലോബൽ ഗ്രൈൻഡ് ചെയ്യുമ്പോഴും ഇതിനകത്ത് ഓരോരുത്തന്മാരിങ്ങനെ വരും, ഓരോ സാമാനം ഇട്ടുകൊണ്ട്. ഭയങ്കര പ്രശ്നമാണ് ഇവന്മാർക്ക്. ഒരു ഗെയിം ഇങ്ങനെ കളിക്കുമ്പോൾ ഇവന്മാർക്ക് എന്ത് സുഖമോ കിട്ടണമെന്ന് ഞാൻ ആലോചിക്കണേ. ഇങ്ങനെ കളിക്കുമ്പോൾ നമുക്ക് നമ്മുടെ സ്കില്ല് വെച്ചിട്ട് ഒരാളെ കൊല്ലുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒരു സന്തോഷമൊക്കെ വരും. ഇതെന്തൊരു വേണ്ട. ലിജോ ചേട്ടന് വേണ്ടി Powerful people make places powerful. ഇതേതായിരുന്നു വണ്ടി? സിഡിയാണോ ഇത്? സിഡിയാണോ അതോ മിസ്തുബിഷി ആണല്ലേ? ഇത് ലാൻസർ അല്ല ഗൈസ്, ഇത് സിഡിയത്. ലാൻസർ അല്ല എന്തായാലും. ഇത് ലിജോ ചേട്ടൻ തന്നെയാണ് ഇട്ടേക്കണേ. ലിജോ ചേട്ടാ ഇവിടെ ഉണ്ടാവല്ലേ? ലിജോ ചേട്ടാ, വെൽക്കം ടു സ്ട്രീം ലിജോ ചേട്ടാ. നമ്മുടെ BMW എല്ലാം നോക്കണത് ഇപ്പൊ ലിജോ ചേട്ടനാണ്. നമ്മള് കണ്ടതാ. എല്ലാം കഴിഞ്ഞ് ആസ്വദിക്കാമെന്ന് കരുതിയാൽ ഒന്നുകിൽ ജീവിതം വാർദ്ധക്യം കൊണ്ടുപോകും, അല്ലെങ്കിൽ അതുകൊണ്ട് ജീവിതത്തിലെ ഓരോ നിമിഷവും ആസ്വദിക്കുക, സ്നേഹിക്കുക പരസ്പരം. ശുഭദിനം. എടാ 10ാം ക്ലാസ്സിലൊന്നും പഠിച്ചവന്മാരോട്ട് എനിക്ക് യാതൊരു കോണ്ടാക്ട് പോലും ഇല്ല ഇപ്പൊ. എനിക്ക് സത്യം പറയാലോ, പ്ലസ് ടു പഠിച്ചവരായിട്ടൊക്കെ കോണ്ടാക്ട് ഉണ്ട്. 10ാം ക്ലാസ് വരെ പഠിച്ച ഒരാളുമായിട്ടും വലിയ കോണ്ടാക്റ്റും അങ്ങനെയൊന്നും ഇല്ല. ചിലപ്പോ വല്ലപ്പോഴും വല്ല ഹായ് ബായ് വല്ലതും പറഞ്ഞാലായി. സ്കിപ്പ് റീൽസ് എന്ന് പറയുമ്പോൾ ബ്രോ 2 വീഡിയോ കാണേണ്ടി വരും. അല്ലാതെ ഇപ്പം ഞാൻ എൻ്റെ തന്നെ ഇവിടെ കൊണ്ടിടലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ എല്ലാം റിയാക്ട് ചെയ്യാറുണ്ട്. അത്യാവശ്യം നല്ല വീഡിയോസ്. ഞാൻ മറ്റേ ക്ലീഷേ റീൽസ് ഒഴിച്ച് ബാക്കിയെല്ലാം ഞാൻ ഇവിടെ ചെയ്യും. ഗിരീഷ് പുത്തഞ്ചേരി. പുലരാൻ തുടങ്ങുമൊരു രാത്രിയിൽ തനിയെ കിടന്നു മിഴിവാർക്കവേ ഒരു നേർത്ത തെന്നലലിവോടെ വന്നു. എന്തിനാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലും വേണ്ട. എൻ്റെ അമ്മോ. ഗിരീഷ് പുത്തഞ്ചേരി. വേണ്ടി വരും. पकड़ के खींचे पीछे मुझको मिलते जब भी मौके इनके बदलते नकाब मुझे बदलने नसीब. കേട്ടതെല്ലാം സത്യമാണ്, കേൾക്കുന്നതോ സത്യമാണ്. കേരളം മുന്നിൽ കേരളം എന്ന ഭാഷയോടെ നിൽക്കുവാൻ. എടാ ഇപ്പൊ ആരാ പാട്ട് പാടിയേ? എടാ എന്താ ചെയിൻ ടുഗദർ. എടാ ഒരു അച്ചിലൂക്കി സിനിമയ്ക്ക് പോയേക്കുവാ. ആ അച്ചിലൂക്കിയുടെ വന്നതാ ഇപ്പൊ കേറും. ആ അച്ചിലൂക്കി കണ്ണാപ്പി സിനിമയ്ക്ക് പോയേക്കണ ഇപ്പൊ വരും. അണ്ണാ ഈ ഡ്രസ്സിൽ കാണുമ്പോൾ ചെറിയ ശരീരം വലിയ തലയും പോലെ തോന്നുന്നു. ഓവർ സൈസ് ഷർട്ട് ഇട്ട് കഴിഞ്ഞാ പിന്നെ ഉള്ളതിൽ സന്തോഷിക്കാൻ കഴിഞ്ഞാൽ ഉള്ളു തുറന്ന് ജീവിക്കാൻ
ശിബുദിനം കറക്റ്റ് സൗത്ത്. ഓക്കെ അല്ലേ? ഓൾ സെറ്റ് അല്ലേ? എടാ ഇവന്മാരൊക്കെ എന്ത് ചെയ്യണം? ഇവന്മാരൊക്കെ മണ്ടന്മാരാണോ ശരിക്കും? നമ്മളിത് പ്രതീക്ഷിച്ചല്ലേ ശരിക്കും പറഞ്ഞാൽ ഇവൻ വരുമെന്ന്? വേണ്ട, ഒരു വീഡിയോ അവിടെ വെങ്കൊച്ചിനെ കൊണ്ട് ഇങ്ങനെ നിർത്തിയിട്ട് തംബ്നെയിലിൽ ക്ലൈമാക്സ് ഒട്ടിച്ച് വെച്ചിരിക്കുന്നു. ഇവനെയൊക്കെ ശരിക്കും സിനിമ എടുക്കാൻ കൊടുക്കണം. ക്ലൈമാക്സ് സീൻ ആദ്യം പ്ലേ ചെയ്യും, എന്നിട്ട് അതും തന്നെ ട്രെയിലറിൽ വരും ക്ലൈമാക്സ്. അവന്റെ വാട്ടർ പാർക്ക് കണ്ടാൽ തന്നെ അറിയാം അവരാതോണെന്ന്. അടിച്ച് അവരൊക്കെ തിരിക്കണം. ഐഡി ഇവന്റെ ഐഡി ശിബുദിനം അങ്ങനല്ലേ? അല്ല ബെഞ്ചമിൻ പി ജോബി. അവൻ ചോദിച്ച ഐഡിയ മറ്റേതാണ്. നിനക്ക് നീ ഈ ഐഡിയ കൊണ്ട് പോകും, നീ പോയി ശുഭദിനം കേട്ടോണ്ടിരി. Caindo paraquedas no meu ping. E brigando no amarelo. Nossa, dá pra fazer lá! Cara, eu vou tentar, velho. ഓ പ്രാന്താണ്. Vem. Quando eu falar já, vocês grudam. Quando eu falar já. Quem tem duas, dropa pro rei. Gruda, Hiro. Tchau, pode. ഒരു സ്കോഡ് അങ്ങ് തീരും. സ്കോഡ് വൈപ്പായി അവിടെ. സ്കോഡ് വൈപ്പായി. അത് ലാസ്റ്റാണ്. എനിക്ക് നഷ്ടമായ 2 കോടിക്ക് വേണ്ടി 4 കോടി മുടക്കാനും ഞാൻ റെഡിയാണെന്ന്. പുള്ളി കൂട്ടത്തിലുള്ള 4 പേരെ കൊന്നു കളഞ്ഞ്. കൂട്ടത്തിലുള്ള 3 പേരും ചത്ത്, ഇവരും ചത്ത്. എടാ ഞാൻ വീടിന് വെളിയിൽ പൊട്ടിയവൻ എങ്ങനെ വീടിനകത്തുള്ളവരെങ്ങനെ നോക്കായി? ഡാമേജ് ഉണ്ട് പറഞ്ഞ പോലെ അല്ലേ? ശരി. ആ വിഷയം കംപ്ലീറ്റഡ് ദിസ് ഗെയിം വിത്ത് ദിസ് ലാഗ്. ഒരു ശരിയായ കളിയാണ്. ആണോ? സ്പോയിലർ ആണോ? ആ സ്പോയിലർ ഉണ്ട്. കളി ചേർത്ത് ഇന്നലെ ഒരു ഐപാഡ് കൊടുത്തതേ ഉള്ളു മോനെ. ഇത് ഇനിയിപ്പോ ഈ ഒരു നിന്റെ ഈ ലാഗ് തീർക്കാൻ എനിക്കൊരു PC തരാന്ന് പറയണത് അത്രയ്ക്ക് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. കുറച്ച് കഷ്ടപ്പാടിലൊക്കെയാണ്. ഗിവ് അവേ ഉണ്ട്. ബ്ലൈൻഡ് റബൽ ആൻഡ് TXA ഗെയിമിങ്ങിന്റെ ഒരു ഗീവ് അവേ ഉണ്ട്. ഒന്നല്ല രണ്ട്. അപ്പൊ നമ്മള് ഒരുമിച്ച് പറഞ്ഞത് നേരെ പോവാ, പാർട്ടിസിപ്പേറ്റ് ചെയ്യാ. ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിനക്ക് തന്നെ അത് മനസ്സിലായോ? 1 അല്ല 2. ടുമാറോ സ്റ്റീവ്, ബാലൻ, ഇറ്റാച്ചി, സ്നൈപ്പ്. ഓക്കെ, ഇറ്റാച്ചിയിലെ പ്രതീക്ഷ പോയി. ടിവിയില് വന്ന് ഞാൻ പറയല്ലോ, ഞാൻ പറയാം, ഇറ്റാച്ചിയിലെ പ്രതീക്ഷ എനിക്ക് പോയി. സ്നൈപ്പ് ഓൾറെഡി സൈഡിലായി. ഇനി ഇറ്റാച്ചിയും കൂടെ ഉള്ളു തുലയ്ക്കാൻ. ഫ്ലഫി ഉണ്ട്. അതെ, ഫ്ലഫി ഇവിടെ ഉണ്ടല്ലേ? നീ കയറി 6-ാമനായിട്ട് ഒരു 4-5-ാമനായിട്ട് ഒരാള് ഒരു ദിവസം ആബ്സെന്റ് ആണെങ്കിൽ കളിക്കാലോ. എന്റെ പേര് പെണ്ണ്, എനിക്ക് വയസ്സ് 8. സൂചി കുത്താനിടമില്ലാത്ത ബസ്സിനുള്ളിൽ അന്നെന്റെ കൊക്കിൽ തപ്പി വന്നവന്റെ പ്രായം 40. എന്റെ പേര് പെണ്ണ്, എനിക്ക് വയസ്സ് 13. വേനലവധി മാസം അത് ഓർമ്മ വച്ച കാലം തൊട്ടു കണ്ടുവന്നൊരാൾ എന്റെ പിന്നിൽ അറിയാത്ത പോൽ തൊട്ടു. അതിന്റെ പേര് കാമം. അതിന്റെ പേര് കാമം. അതിന്റെ പേര് അതിന്റെ പേര് കാമം. എന്റെ ഒരു അണ്ണ ഇങ്ങനത്തെ റിമിക്സ് എന്തേലും ഉണ്ടാക്കണ്ട. എന്റെ പേര് ആണ്. എന്റെ പേര് ആണ്. സ്ട്രീം ചെയ്യും ഡെയിലി. അവസാനം ഇറക്കാം ഞാൻ.
എടാ ഞാൻ പുള്ളിക്കാരുടെ ഭയങ്കര ഫാനാ, പക്ഷെ ഈ പാട്ട് ഭയങ്കര ശോകമായിപ്പോയി കേട്ടോ. അത് സത്യം പറയാം, ഭയങ്കര ശോകമായിപ്പോയി. ഈ പെണ്ണാണോ മറ്റേ അജിതാഹരെ പാടുന്നത്? അജിതാരൊക്കെ പുള്ളിക്കാര് പാടിയതാ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്റെ പ്ലേലിസ്റ്റിൽ ഇപ്പോഴുള്ള സാധനമാണ് അജിതാരൊക്കെ. എന്റെ അതിന്റെ ഭയങ്കര ഫേവറേറ്റ് സോങ്ങാ. അത് വെച്ച് നോക്കുമ്പോ ഇത് ഭയങ്കര ഇതായിപ്പോയി ഈ പാട്ടടാ. എങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും പറയാൻ ഓരോ സ്ട്രഗിൾ ഉണ്ടാവും. ആമ്പിള്ളാർക്ക് പറയാൻ എന്തോ സ്ട്രഗിൾ ഉണ്ടാവും, ആമ്പിള്ളാർക്ക് പറയാൻ എന്തോ സ്ട്രഗിൾ ഉണ്ടാവും. അത് ഒരുമാതിരി ഇവരിങ്ങനെ എല്ലാവരും ഇക്വാലിറ്റി അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ ലൈക്ക് രണ്ട് സൈഡും ഒരുപാട് ഇതുണ്ട്. ലൈക്ക് അപ്പം അതിൽ പെണ്ണിന്റെ സൈഡ് മാത്രം പറയുകയാണെന്ന് പറഞ്ഞാൽ ഓക്കെ, ബട്ട് സ്റ്റിൽ എന്ന് വെച്ചാൽ ഒരു എന്തോ എനിക്കിത് കേട്ടപ്പോൾ തന്നെ എന്തോ ഒരു ഇതാരാണ് എടാ ഗൗരി ലക്ഷ്മി, പുള്ളിക്കാരി ഗൗരി ലക്ഷ്മി എന്നല്ലേ പേര്? അതെ അതെ, വൺ ഓഫ് ദ ഫേവറേറ്റ് സിംഗറാണ്. പക്ഷെ എനിക്ക് പുള്ളിക്കാരുടെ ആ പാട്ടിനോട് താല്പര്യമില്ല. ബട്ട് ഓൾവേസ് ആരോ നെഞ്ചിലൊക്കെ പുള്ളിക്കാരിയെ പാടിയ ആരോ നെഞ്ചിൽ മഞ്ഞായി പെയ്യുന്ന നേരം. ഞാൻ BMW എയർ റിമൂവ് ചെയ്തു. MVD സീൻസ് ഭയങ്കര ഇതാണ്. വണ്ടിയുടെ മറ്റേ അവരത് ഓൾറെഡി കുറെ നമ്മുടെ ലൈവ് കാണുന്ന കുറെ നല്ല മനസ്സുള്ള ആൾക്കാർ കുറെ പേര് ഫോർവേഡ് ചെയ്തിട്ട് ഇതുപോലെ വിളിച്ചിരുന്നു. ആണല്ലേ? അത്രേ ഉള്ളൂ. നന്ദിയുണ്ട്. സ്നേഹം മാത്രമേ ഉള്ളൂ, സ്നേഹം മാത്രമേ ഉള്ളൂ. നന്ദിയുണ്ട്, വളരെ നന്നായിട്ട് നന്ദിയുണ്ട്. വേറെ റിമൂവ് ചെയ്യേണ്ട വന്നു. എയർ ആൻഡ് അലോയ്സ് റിമൂവ് ചെയ്യേണ്ട. അലോയുടെ സൈസ് കുറയ്ക്കണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് അലോയും ചേഞ്ച് ചെയ്തു, അലോയുടെ സൈസും കുറച്ചു, വേറെ അലോയ്സ് ഇട്ടു. എന്ത് ചെയ്യാൻ പറ്റും? നോമ കോൺട്രവേഴ്സീസ് ഇന്ത്യ. ഇത് കഴിഞ്ഞില്ല, ഇനി അടുത്ത കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് എടാ ഞാൻ അല്ല ഗൈസ്, നിങ്ങൾ പുതിയ ഓഡിയൻസിന്റെ അടുത്ത് ഞാൻ സീരിയസ് ആയിട്ട് പറയുക, അവന്റെ ആ സമയത്തെ ലൈവുകൾ കണ്ടു നോക്കിയാൽ മതി. ഞാൻ സീരിയസ് ആയിട്ട് പറയാം. ബാബു ഉണ്ടല്ലോ, ബാബുവിനെ എടുത്തിട്ട് പട്ടിയത്തല്ല, നമ്മൾ വെറുതെ വഴിയെ പോണവന്മാരൊക്കെ എടുത്തിട്ട് അടിക്കുക, ഭയങ്കരമായിട്ട് വന്ന് ഇറിറ്റേറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്ത കുറേ ടീംസ് ഉണ്ട്. നിങ്ങൾ ആ സമയത്തെ ലൈവ് കാണുമായിരുന്നു. ആ സമയത്ത് ശരിക്കും പറഞ്ഞുണ്ടല്ലോ, ടി വിയെ ഫാൻസ് എന്നെ വന്ന് തളക്കി വിളിക്കുമായിരുന്നു. ബാബുവിൻ്റെ ലൈവ് കണ്ടിട്ട് വിഷമം വരും, ബ്രോ ഒന്ന് സിറ്റി കയറ് ബ്രോ. ഞാൻ മറ്റേ കോമ്പറ്റേറ്റീവ് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ബ്രോ ഒന്ന് സിറ്റി കയറ് പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഒന്ന് ചീത്ത വിളിക്കുമായിരുന്നു. അറിയത്തുണ്ട്. ആ സമയത്ത് ബാബു മറ്റേ അവസാനം നാട്ടുകാരായത് മൊത്തം അടി കൊണ്ടോണ്ടിരുന്നപ്പോൾ പിന്നെ IPL ആക്കി ബാബുവിൻ്റെ IPL സ്ട്രീംസ്. ജാസ്മിനാ അറിയത്തില്ല, വെക്കുക. ഞാൻ ഇങ്ങനെ കണ്ടപ്പോ ജാസ്മിനാന്ന് വിചാരിച്ചോണ്ടാ. ജാസ്മിൻ നല്ലത്. അറിയില്ല, ഇൻസ്റ്റ ID അയച്ചു തരുമോ? willy.ftw നിങ്ങൾ അയച്ചു കൊടുത്താൽ മതി. ഇവൻ കുണ്ടനാണ്, ഇവൻ ആമ്പിള്ളാരെ ഇഷ്ടം. അത് നിങ്ങളുടെ ID കിട്ടാൻ വേണ്ടിട്ട് നിങ്ങൾ ആമ്പിള്ളാർ അപ്പൊ പെമ്പിള്ളാർ ID കണ്ടുപിടിച്ച് അയക്കുന്ന അറിയാം. ആമ്പിള്ളാരായിട്ടുള്ളത് നിങ്ങൾക്ക് പെമ്പിള്ളാരുടെ ID അറിയാമെന്നറിയാം. അപ്പൊ നിങ്ങൾ ഇവന് ഫോർവേഡ് ചെയ്യുമ്പോൾ ഇവൻ ആ പെണ്ണിനായിരിക്കത്തില്ല മെസ്സേജ് അയക്കുന്നത്. നിങ്ങൾ ഫോർവേഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങളില്ലേ, നിങ്ങൾക്ക് മെസ്സേജ് അയക്കുവൻ. ഹായ് ബ്രോ എന്താ ഇട്ടിരിക്കുന്നേ എന്നൊക്കെ ചോദിച്ചു. ഇവ കുണ്ടനാണ്. നീ മഹാരാജ് കോളേജിൽ സെക്കൻഡ് ഇയർ അല്ലേ നീ പഠിക്കണേ ഇപ്പൊ? അല്ല, കാർമൽ കോളേജ് ഫസ്റ്റ് ഇയർ. ഞാൻ ഈ സീനെ മറ്റേ തിയേറ്ററിൽ കണ്ടിട്ട് ഞാൻ രണ്ടുള്ളി മൂത്രം പോയ സീനാണിത്. ഞാൻ പെട്ടെന്ന് ഇത് പോസ്റ്റ് ചെയ്ത് മാറ്റാൻ വന്നതാ. അണ്ണാ ഞാൻ വരച്ചതൊന്ന് സപ്പോർട്ട് ചെയ്യൂ. എടാ അവൻ വരച്ചതാണ്. എടാ ഇവൻ ഹരീഷ്ണൻ ആർട്സ്, ഇവനെ അറിയത്തില്ല, ഇവൻ കൊറേ വരച്ചിട്ടുണ്ട്, നമ്മുടെ അതിനകത്ത് കൊണ്ടിടുന്നുണ്ട്. ഇത് നോക്ക്, ഇത് നീ വിശ്വസിക്കത്തില്ലേ? ഇത് അല്ല, ഇത് സംശയമുള്ളവരുണ്ടോ ഇത് വരച്ചല്ലെന്ന്? എടാ മോനെ ഹരീഷ്ണ നാളെ ഇതിന്റെ ടൈം ലാപ്സ് ഇവിടെ നീ ഇടണം. എനിക്ക് തന്നെ വിശ്വാസമുണ്ട്. ഇവിടെ ഇരിക്കുന്ന വാഴക്കുണ്ണുകൾക്കൊക്കെ മറുപടി കൊടുക്കാൻ വേണ്ടി നാളെ എനിക്ക് ഉറപ്പായില്ല. അടുത്തൊന്നും നിനക്കൊന്നും റോഡില്ലടാ. അല്ലെങ്കിൽ പിന്നെ ഞാൻ ട്രക്ക് ഓട്ടിക്കുന്നതല്ലേ.
കഷ്ടമുണ്ടാ. അയ്യോ അണ്ണാ മര്യാദയ്ക്ക് വരാൻ മറ്റേ ആർക്കിന്റെ വീഡിയോയിൽ ഒരു റോൾ കൊടുത്തത് അതിന് ശേഷം ഒരു മുട്ടൻ ചാടാ അണ്ണാ. അല്ല ട്രക്ക് ഡ്രൈവർ ആണ് എല്ലാവരുടെ വീട്ടിലും മടുത്ത് ഒരു ശാപമാണ് അത് നിന്റെ. സുനിമോൻ ആരും ഇതും പറയല്ലേ. അയ്യോ, ജാതിയൊക്കെ നിന്റെ എർസെല്ലിനെ എപ്പഴാ delete ചെയ്തേ? നിന്റെ എർസെല്ലിനെ delete ചെയ്തേ? എപ്പ എന്റെ delete ചെയ്തേ? സുനി ചെയ്യല്ലേ. ഹൃദയം കണ്ടോ മച്ചി, ഹൃദയം കണ്ടോ മച്ചി. അതുകൊണ്ടാണ് തക്കാളി കഴിക്കുന്നത് ഹൃദയത്തിന് നല്ലത് പറയുന്നത്. അതുപോലെ ഈ ബീൻസില്ലേ, അതിനകത്തുള്ള ഈ മണി അത് വന്ന് കിഡ്നി പോലെ ഇരിക്കും. അതുകൊണ്ടാണ് പഴമക്കാര് പറയുന്നത് ബീൻസ് കഴിക്കുന്നത് കിഡ്നിക്ക് നല്ലതാണെന്ന്. ഓ അപ്പോ ഇവിടെ അപ്പൊ ദിദ്ദെന്തിനുള്ളതാണ്? അത് പടവലങ്ങ ഞാൻ അമ്പതിന് ഒരെണ്ണം മേടിക്കും, പടവലെങ്കിലും തൂങ്ങട്ടെ. അതെ, എന്തേലും ഒരു സാധനം അവിടെ. ഇത് ചന്ദ്രനാണ് ശരിക്കും കൊടുക്കേണ്ടത്. That lightning was a paid actor. ചെയ്യാൻ പറ്റും. കേരളത്തിൽ ചെയ്യാൻ പറ്റും. എന്ത് കേരളത്തിൽ ചെയ്യാൻ പറ്റുമെന്ന്? എന്ത് കേരളത്തിൽ ചെയ്യാൻ പറ്റത്തില്ല, MVD കൊണ്ടുപോകുന്നു. അണ്ണാ ഇതെന്റെ കണ്ട് ചേട്ടത്തിയാണ്, വെക്കാം. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണേ. കവർ ഓഫ് ഡോട്ട് ഫാത്തിമ. എടാ ഇത് ഇത് വായിക്കുന്ന സാധനത്തിന്റെ പേരെന്താന്ന് പറഞ്ഞടാ വില്ലി? ഗിറ്റാറ് വീണ അല്ല സൂപ്പർ. നിനക്കത് അറിഞ്ഞൂടെ? കെവിൻ എന്താ പറഞ്ഞേ? ഒരാള് വീണാന്ന് അറിഞ്ഞൂടെ അതൊന്നും പറഞ്ഞ കെവിൻ. അതിന്റെ പേരെന്തോ? ഉക്കിലേലി. ഉക്കിലേലി കെവിൻ അതിന്റെ പേരെന്തായിരുന്നു കെവിന്? ഇത് ഇടലല്ലേ? നല്ല സൗണ്ട്. കിടില കേട്ടോ, നല്ല സൗണ്ട്, നല്ല സൗണ്ട്. ഫാത്തിമ കിടില കിടില കിടില. ഉക്കിരീരി വായിക്കുന്നുണ്ടോ? നല്ല രീതി. കുക്കരി അല്ല, പിന്നെ മറ്റേ സാലഡ് ഉണ്ടോ? ആ നല്ല സൗണ്ട് കേട്ടോ, നല്ല സൗണ്ട് ഫാത്തിമ. എടേ ഇൻസ്റ്റ ID വേണ്ടവന്മാർക്ക് കവർ ഓഫ് ഫാത്തിമ പോയി പാട്ട് സപ്പോർട്ട് ചെയ്യുക. അല്ലാതെ മോളു വാവേ എന്നൊന്നും പോയി ഇൻബോക്സിൽ മെസ്സേജ് അയക്കാതെ പാട്ട് സപ്പോർട്ട് ചെയ്യാനാണ് ഇവിടെ ഇൻസ്റ്റ ID ഇടണം, മനസ്സിലായോ? നീയൊക്കെ പോയി മറ്റേ കെയറൊന്നും കൊടുക്കണ്ട. നീയൊക്കെ പോയി ഒന്ന് ജസ്റ്റ് ഒന്ന് പാട്ട് നല്ലതാന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്താൽ മതി. എന്നാ നേരത്തെ ടൈപ്പ് ചെയ്ത അഹമ്മദാണ് അത് ഇട്ടത്. ഇത് അഹമ്മദ് അല്ല, ഇതെന്റെ ചേട്ടത്തിയാണ്. ഓക്കെ, ചേട്ടത്തി തന്നെയല്ലേ എഴുതിയേക്കുന്നത്? അതെ 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 അതെ. കോൾ കണ്ണമ്മ. എടാ അവനിപ്പോ വരും. ഓട്ടോ ട്യൂണോ? ഇത് ഓട്ടോ ട്യൂണോ? സ്റ്റുഡിയോ റീവേർബേ ഉള്ളൂ, ഓട്ടോ ടൂൺ കഴിവുള്ള ഒരു സപ്പോർട്ട് ചെയ്യണം. കാര്യം പറയട്ടെ, നിങ്ങളുടെയൊക്കെ വിചാരം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒന്നും പാട്ടുകാർ ഓട്ടോ ട്യൂൺ ഇടത്തില്ലെന്നാണോ നിങ്ങളുടെയൊക്കെ വിചാരം? ഗൈസ്, ഓട്ടോ ട്യൂൺ എന്ന് പറഞ്ഞ ഒരു ടൂളാണ്. അത് എല്ലാവരുടെയും പാട്ടിൽ യൂസ് ചെയ്യും. അതൊരു എഡിറ്റിംഗ് ടൂളാണ്. പക്ഷേ ചിലവന്മാരുണ്ട് മറ്റേ ഓട്ടോ ട്യൂൺ മറ്റേ മാത്രം കേട്ടിട്ട് മറ്റേ പാടുന്ന ആ സാധനമൊക്കെ ഉള്ളൂ. ഓട്ടോ ട്യൂൺ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഈ പറയുന്ന പോലെ പിച്ച് കറക്ഷൻ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു മ്യൂസിക്കിൽ എഡിറ്റിംഗ് ടൂൾ മാത്രമാണത്. അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്താൽ ഒരു പാട്ട് നല്ല ഭംഗിയാവും കേൾക്കാൻ. ഇങ്ങനെ അക്കൗണ്ട് ഇല്ല. അങ്ങനെ ഒരു അക്കൗണ്ട് ഇല്ലേ? ഇല്ല. ചങ്ങലക്കളി ഇല്ലേ? ചങ്ങലക്കളി ഉണ്ട്. എടാ എന്റെ ശബ്ദത്തിന് വല്ല മാറ്റം പറ്റിയോ? ഞാൻ ആ കണ്ണാപ്പിയെ ഒന്ന് വിളിക്കട്ടെ, ഒരു മിനിറ്റ്. ചങ്ങലക്കളിക്കുള്ള ആളെ വിളിക്കട്ടെ. നല്ല മാറ്റമുണ്ട്. ആര് പറഞ്ഞേ? ഇല്ലേ ഗൈസ്, മൈക്ക് മാറ്റിയതാ ഗൈസ്. എനിക്കൊരു അസുഖമില്ല, നിങ്ങൾ അങ്ങനെ പറയല്ലേ. ചാറ്റിൽ അങ്ങനെയൊക്കെ പറയണടാ. എനിക്ക് എന്താ പറ്റിയത്? ഹലോ 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 കണ്ണാപ്പി. അവന്റെ ധൈര്യം നോക്കിയേ.
മിനിമം പുരുഷൻ എടേ ഒരു വട്ടോടെ ഫോൺ കട്ട്. ഹലോ ആ കക്കുസി കയറിയില്ലടാ കഴിവറ അവനെ. നീ വിളിച്ച് ഫോൺ കട്ടിയാണോ നീ? ബാത്റൂം എന്ത് പരിപാടി? അത് പൊങ്ങട്ടെ കുഴപ്പമില്ല, പാവല്ലേ. ഞാൻ ഒന്ന് പൊങ്ങട്ടേതാ. എടാ, പെട്ടെന്ന് വാടാ. അണ്ണാ വീഡിയോ കോൾ ചെയ്യാൻ പറ അല്ല തെളിവ്. എന്തിനാ ഞാൻ ഇവനെ വിളിച്ച ഇപ്പോ? ഞാൻ എന്ത് കാര്യത്തിനാ ഇവനെ വിളിച്ചേ? മൂട് പോയടേ. സ്പീക്കറിന്റെ കംപ്ലൈന്റ് സൗണ്ട് വന്നായിരുന്നു ഇടക്കിടക്ക്. അതാ അവന്റെ കക്കൂസി എന്നുള്ള സ്ഫോടനമാണ്, അല്ലാതെ സ്പീക്കർ പോയതല്ല. അശ്വിൻ സായ് പോപ്പി മാസ്. ഇവനൊന്നും ഇപ്പോഴും വണ്ടി കിട്ടിയിട്ടില്ലേ എങ്ങൊന്നും? എടാ ഇവർക്ക് കൊച്ചുപിള്ളേരായിരിക്കും കേസിൽ ഇതൊക്കെ അല്ലേ? ഇതൊക്കെ കൊച്ചുപിള്ളേരായിരിക്കും അല്ലേ? ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ നമ്മൾ വേറെ റാൻഡർ റിലേറ്റഡ് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇങ്ങനെയൊക്കെ വന്ന് സ്പാം ചെയ്തത് കൊച്ചുപിള്ളേരായിരിക്കില്ലേ? എനിക്ക് ഉറപ്പാണത്. ഗൈസ് സായിപ്പ് വിളിച്ചായിരുന്നു. സായിപ്പ് 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ലൈവ് വരത്തുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ സായിപ്പിൻ്റെ ലൈവ് 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ എക്സ്പെക്ട് ചെയ്താൽ മതി. എൻ്റെ വീട്ടിൽ റിലേറ്റീവ്സും അങ്ങനെ കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ കേട്ടോ സായിപ്പ്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ലൈവ് 2 ദിവസം കഴിഞ്ഞിട്ട് എക്സ്പെക്ട് ചെയ്താൽ മതി. റൂമിൽ കയറൂ, നേരെ അകത്തേക്ക് പോകൂ, എന്റെ അടുത്തേക്ക് വാ, ഞാൻ ബാക്ക് നോക്കിക്കോളാം, തിരക്ക് കൂട്ടരുത്, താഴെ ഇരിക്കേ. കുനിഞ്ഞിരിക്കുന്നതാണോ ഉദ്ദേശിച്ചത്? റൂമിൽ കേറ്. ഇത് പിടിക്കൂ, വീക്ക്നെസ് ഇത് പിടിക്കൂ, അടിക്കേ, അടിക്കടിക്കുന്നത്. ഇത് പിടിക്കുക, അടിക്കടിക്ക. വെടിവെക്കുന്നുണ്ട്. അടിപൊളി അടിപൊളി അടിപൊളിയെന്ന് അത് ഏറ്റവും ലാസ്റ്റ് പറയണ്ടേ എന്തായാലും. അടിപൊളി കപ്പിപ്പാളല്ലേ. റോക്കലില് മറ്റേ പരിപാടി നിങ്ങൾ ലൈവ് കാണണം ഗൈസ്. പുള്ളിയുടെ എന്ത് രസമെന്നറിയോ കേൾക്കാൻ. എൻ്റെ അമ്മൂ. തുണയായി വരാ ഇനി എന്നുമേ കുടനീർത്തിടാം തണലേകിടാം ഒരു നല്ല നേരം വരവേറ്റിടാം. നെയിം എന്താ ബ്രോ? ബ്രോ കെവിൻ അറിയോ? കെവിൻ അറിയോ? കെവിൻ അറിയോ? കെവിൻ പറ. സൂരജ് സന്തോഷ്. കെവിൻ മുള്ളാൻ പോയി. തീട്ടമാണ് അവനൊന്നും. അവന്റെ ഒന്നും വാക്കുകൾ കേൾക്കരുത്. സൂരജ് സന്തോഷ്. സൂരജ് സന്തോഷ് ബ്രോ, സൂരജ് സന്തോഷ്. മലയാളത്തിൽ ഇപ്പൊ ഈ ഇടയ്ക്ക് ഇറങ്ങിയതല്ലേ? അതാരാ? എനിക്കും അറിയില്ല. ഇവർക്കൊന്നും വിദ്യാഭ്യാസം ഇല്ല. എടാ പോടാ കണ്ടമുറിയായിരുന്നു എന്റെ വിദ്യാഭ്യാസം. മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ളത് ഇപ്പൊ ഈ ഇറങ്ങിയ എന്തോരം നല്ല പാട്ടുകളുണ്ട്. മറ്റേ ഇത് ഈ പാട്ട് മറ്റേ നാം ഒരു നാൾ കിനാക്കടവ്, ആ പാട്ട് കുറെ ഉണ്ട്. ഇഷ്ടം പോലെ പാട്ടുണ്ട്. പവിഴമഴ പുള്ളി അല്ലടാ പാടിയത്. ഓ പുള്ളി പാടിയത്. ഞാൻ നല്ല പാട്ടുകൾ ഏതൊക്കെ ഉണ്ട് എന്നുള്ളത്. ഹരിശങ്കറാണ് പവിഴമഴ പാടിയത്. വന്നോ? അണ്ണ ഇത് അടുത്ത വൈറസായ ഈ സാധനം എല്ലാം പറയുന്നുണ്ട്.
ചന്ദ്ര അല്പം വെളുത്തു പോയതിന്റെ പേരിൽ ജീവിതം മുഴുവനും മൂഞ്ചിപ്പോയൊരു ജീവി. കുറച്ച് വെളുത്തു പോയതുകൊണ്ട് ജീവിതം മുഴുവൻ മൂഞ്ചിപ്പോയ ഇതുപോലൊരു ജീവി ലോകത്ത് വേറെ എവിടെ ഉണ്ടാവില്ല. പറഞ്ഞു വരുന്നത് ജോയി എന്ന് പറഞ്ഞ ഈ ഒരു കരടിയെ കുറിച്ചാണ്. ആൽബിനിസം എന്ന് പറഞ്ഞ രോഗം ബാധിച്ച് ഈ ഒരു ബ്രൗൺ കരടിയുടെ ദേഹം മുഴുവൻ വെള്ളയായിട്ട് മാറി. അവിടെ തുടങ്ങി പുള്ളിയുടെ കഷ്ടകാലം. ആനിമൽ പ്രൊട്ടക്ഷൻ ഓർഗനൈസേഷന്റെ ആൾക്കാര് വഴിതെറ്റി വന്ന ഒരു ഹിമക്കരടിയാണെന്ന് വിചാരിച്ച് ഈ ഒരു കരടിയെ ആർട്ടിക് റീജിയൻസിലേക്ക് മയക്കുവെടി വെച്ച് കൊണ്ടുപോയി വിട്ടു. അവിടെ ചെന്നിട്ട് ഫുഡ് കിട്ടിയില്ല എന്ന് മാത്രമല്ല, തന്നെക്കാളും വലിപ്പം കൂടുതലുള്ള മറ്റ് ഹിമക്കരടികളുടെ കയ്യിൽ നിന്ന് നല്ല മാന്തും കിട്ടി. തങ്ങൾക്ക് മര്യാദക്ക് ജീവിച്ചോണ്ടിരുന്ന അതിനെയൊക്കെ പിടിച്ച് അബദ്ധം മനസ്സിലാക്കിയ ഉദ്യോഗസ്ഥരെ ഇതിനെ വീണ്ടും പഴയ സ്ഥലത്ത് തന്നെ കൊണ്ടുപോയി വിട്ടു. എന്നാൽ ഹിമക്കരടിയാണെന്ന് കരുതി വേറൊരു ടീംസ് പോളാർ ബേഴ്സിനുള്ള ഒരു സൂവിൽ കൊണ്ടുവിട്ടു. ഈ അസുഖത്തിന്റെ കാര്യം മനസ്സിലാക്കിയ അവിടുത്തെ ഉദ്യോഗസ്ഥരെ വീണ്ടും ഇവനെ തിരിച്ചു കൊണ്ടുപോയി വിട്ടു. ചുരുക്കം പറഞ്ഞാൽ മനുഷ്യന്മാരുടെ കണ്ണിൽ പെടാതെ ഒളിച്ചു നടക്കുകയാണ് ഈ ഒരു പാവം കരടി. സത്യടാ, കഷ്ടമല്ലേ അതിന്റെ അതിനെ കണ്ടിട്ട് എങ്ങനെ ഇമക്കരടിയും തോന്നി? അല്ല, അവൻ കൂളിംഗ് ഗ്ലാസ് വെച്ചാണ് കണ്ടത്. ഇമക്കരടി ഭയങ്കര വൈറ്റ് അല്ലേ കണ്ണാപ്പേ? ഓ, തമാശ വേണ്ടേ അധികം? ഇമക്കരടി എന്ന് പറഞ്ഞ കറുപ്പ വെള്ളയായിരുന്നു. ഒരണ്ണനെ വിളിക്കുമ്പോ ചെയ്യേണ്ടതാണ് ഈ ചെയ്തത്. ഓ, എന്തുവാടാ? She is a free trial of death but with that. Sleep is a free trial of death but with ads. ഓ ശരിയാണ്. എന്ന് വെച്ചാ എടാ ഉറക്കത്തിന്റെ ആഡ് വരുന്നു. എന്ത് അത് തന്നെ അവിടെ കെവിൻ എന്ന് പറഞ്ഞ അത് തന്നെ പറഞ്ഞ കെവിൻ എന്ന് പറഞ്ഞേ ഉറങ്ങുമ്പോ സ്വപ്നം വരത്തില്ലേ, അതാണ് ആഡ്. മനസ്സിലായ? ഏത് നമ്മളങ്ങ് ഉറങ്ങിപ്പോയാ ചത്തു പോത്തില്ലേ? അല്ലടാ, അതല്ല ആഡ്, അതല്ല ആഡ്. നേരെ തിരിച്ച്. അതായത് ഉറക്കം എന്ന് പറയുന്നത് എന്താ മരിച്ചു കഴിഞ്ഞാലുള്ളത് ആവുന്ന ആ അവസ്ഥയ്ക്ക് ഇടയിലുള്ള ഒരു ഫ്രീ ട്രയൽ ആയിട്ടാണ് ഫീൽ ചെയ്യണത്. പക്ഷെ വിത്ത് ആഡ്സ്. ആഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതമാ. മനസ്സിലായോ? മരിച്ചു കഴിഞ്ഞാൽ ഫുൾ ടൈം ഉറങ്ങുമല്ലേ, സ്ലീപ്പ് എന്നല്ലേ അർത്ഥം. അതിന്റെ ഇടയ്ക്ക് ആഡ് എന്ന് പറയണത് നമ്മുടെ ജീവിതം. മനസ്സിലായില്ലേ? അപ്പൊ ഇത് കാണാൻ മരിക്കണോ? ഇറങ്ങടാ ഡിസ്കോഡിൽ നിന്ന്. ബൈക്ക് അടിച്ചാ മതി തോന്നുന്നു. മൊത്തം മണ്ടന്മാര്. കെവിൻ ഈസ് റൈറ്റ് എന്നോ? എടാ അങ്ങനെയാണോ? സ്ലീപ്പ് ഈസ് എ ഫ്രീ ട്രയൽ ഓഫ് ഡെത്ത് ബട്ട് വിത്ത് ആഡ്സ്. ശരിയാ കെവിൻ പറഞ്ഞാണ് ശരിയാ. കെവിൻ ഈസ് റൈറ്റ്. എന്റെ മിസ്റ്റേക്ക്. ഞാൻ ഒരു കാര്യം പറയട്ടെ. എടാ ഞാൻ ഒറ്റ വാചകത്തിൽ ഇത് നിർത്താം. മഹേന്ദ്ര സിംഗ് ധോണിയെ കണ്ടിട്ട് വിരാട് കോഹ്ലി അല്ലെന്ന് ചോദിച്ച പുണ്ടച്ചിയുടെ വിവരത്തെയൊക്കെ കൂടുതൽ എന്തായാലും എനിക്കുണ്ട്. എനിക്ക് അതിൽ കൂടുതൽ എന്തായാലും എനിക്കുണ്ട്. അത് മതി എനിക്ക്. അതിൽ കൂടുതൽ ബാബുവിനെയും ചന്ദ്രനെ വിളിച്ചടാ. ചന്ദ്രു ഇവിടെ ഉണ്ടല്ലോ. ഹലോ ചന്ദ്രു. റീപ്ലേസിംഗ് ബാറ്ററി. ഇതെന്താ ഇടണ പ്ലേ ആവണ്ടേ? അണ്ണാ ഇവനെ അറിയത്തില്ല. ഇവനാണ് മറ്റേ ഇല്ല മറ്റേ പ്രോപ്പാനന്റ്. അയ്യോ ഇത് കാണണ അണ്ണാ. പെടുക്കും ഇത് കണ്ട മിണ്ടായി. അണ്ണന്റെ പിടുക്കെ പറയും. എന്തൊരു സൗണ്ട് എഫക്ട്സ് ഗെയിം ഭയങ്കര സീനാ. മൾട്ടിപ്ലെയർ ഗെയിമാ. എന്ത് ജീവിയത്? കണ്ണാത്തല്ല അത് പാതി നോക്കിയ. കണ്ണാപ്പി ഇത് മൾട്ടിപ്ലെയർ ആണോ? ഓ ഇത് മൾട്ടിപ്ലെയറാ. അടുത്ത് കളിച്ചാലോ? കളിക്കാം. കറക്റ്റ്. അടുത്ത് കളിക്കട്ടെ.
അടുത്ത കളിക്കാ ഇത് മൾട്ടിപ്ലെയർ ആണ് മൾട്ടിപ്ലെയർ ബ്രോ ഡബ്ഡ് സോങ്സ് ആർ വേസ്റ്റ്. പെണ്ണാളെ പെണ്ണാളെ നീ കരിമ്പ് ചക്കര തേനല്ലോ കണ്ണാളെ കണ്ണാളെ നീ പയമ്പ് തോക്കണ ചേലല്ലോ പെണ്ണാളെ പെണ്ണാളെ നീ കരിമ്പ് ചക്കര തേനല്ലോ കണ്ണാളെ കണ്ണാളെ നീ പയമ്പ് തോക്കണ മാസ്റ്റർ പീസ് ഇതൊന്നല്ല അഴകേ അഴകേ നീ എന്നെ പിരിയല്ലാണ് മാസ്റ്റർ ബെസ്റ്റ് ഡബ്ഡ്. അഴകേ, അയ്യോ അതെന്ത് കിടിലുമാണല്ലേ അത്. അതൊരു സാധനം തന്നെ അതൊരു വിഷയം പാട്ടാണ് അത്. സ്പോട്ടിഫൈ ഫീലിംഗ് ലോ ആൻഡ് സെർച്ചിങ് ഫോർ എ മോട്ടിവേഷണൽ സോങ്. പക്ഷെ എടാ കണ്ണാപ്പി, നിന്റെ മോട്ടിവേഷണൽ സോങ് ഏതാടാ? നീ ഏറ്റവും ഡൗൺ ആയിട്ടിരിക്കുമ്പോ കേൾക്കുന്ന പാട്ട് ഏതാ? ഇതായിരിക്കും എന്നിലെരിഞ്ഞു തുടങ്ങിയ പിടിച്ചെത്തി കടലുകളൊക്കെ വരുന്നത് പോലെ മരം വെച്ച് തുടങ്ങുന്ന നിന്റെ കഥകിൽ മുട്ടി വിളിച്ചതുപോലെ ആത്മാവിൻ പഴുതിലൂടെ തളരുകിലൊരു ശകലവും പതറുകിലൊരു ചുവടുപെത്തിയ വാർത്തെടുത്ത് വെച്ച ആയുധത്തിന്റെ മൂർച്ചയുടെ വാക്കിലും ഇന്ന് 4 ദിവസം ഇരുൾ നിറഞ്ഞു തേക്കിലും ഒരു താൻ തുടങ്ങി പരാജിതനി ആകില്ലൊരിക്കലും അതങ്ങോട്ട് കേട്ട് കഴിയുമ്പോഴത്തേക്ക് മറ്റേ നമുക്ക് നാളെ തന്നെ ബിസിനസ് തുടങ്ങാം. സത്യടാ എനിക്ക് ഭയങ്കര മോട്ടിവേഷൻ ആ പാട്ട്. എനിക്ക് ഞാൻ ആ പാട്ട് എപ്പോ ഡൗൺ ആയിട്ടിരിക്കണം ഞാൻ കേൾക്കണ പാട്ട് അതാണ്. അതും മറ്റേ ആരംഭമേ ഇല്ലേ, ആരംഭമേ. അല്ലല്ല അതും പിന്നെ ഞാൻ കേൾക്കുന്ന രണം അടിപൊളിയാ. 4ാം ക്ലാസ്സുകാരൻ പയ്യന് വേണ്ടിയിട്ട് ചേട്ടൻ ഉണ്ടാക്കി കൊടുത്ത ഒരു ഗംഭീര വണ്ടിയാണ് കേട്ടാ. നോക്കിയേ, അതായത് ഇതില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വണ്ടിയുടേതായിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് അല്ലേ. ഇതൊരു ആക്റ്റീവെന്നൊരു ചെറിയ വണ്ടി ഉണ്ടാക്കിയതാണ് ഇവനെ ഓടിക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഈ ബോഡി ഇങ്ങനെ നമ്മൾ ചെയ്തപ്പോ ശരിക്കും ഇതിന്റെ എനിക്ക് ഇങ്ങനെ ഒരു ചേട്ടൻ ഇല്ലാതായി പോയല്ലോടാ. എനിക്കൊരു ചേട്ടനുണ്ട് കഴിവേറി. സാധാ ടാങ്കിലേക്ക് ബാക്കി കുറെ കട്ട് ചെയ്ത് വേറെ ആക്ടിയുടെ പാർട്സ് ഒക്കെ വെച്ച് ചെയ്തേക്കനെയാണ്. അതായത് വെൽഡ് ചെയ്ത് ഇതുപോലെ ഒരു മോഡൽ ഉണ്ടാക്കിയതാണ്. എത്ര സമയം എടുത്തു ഇത് ചെയ്യാനായിട്ട്? ഒരു 2 മാസം. 2 മാസം സമയം എടുത്തിട്ട് അങ്ങനെ ചെയ്തു അല്ലേ. എന്തായാലും ഗംഭീര കാഴ്ചയായിട്ടുണ്ട്. ഇതുപോലെ വേറെ എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോ? വേറെ എന്തിട്ട് ചെയ്യുന്നത്? അതുപോലെ വേറെ എനിക്ക് ചേട്ടനല്ല ചേട്ടന്റെ സ്ഥാനത്ത് ഒരാളുണ്ട്, CM. അറിയാലോ, നിങ്ങൾക്ക് അറിയാലോ. ഡെയിലി പരിവാഹനിന്ന് മേടിച്ചു തരാന്നല്ലാതെ ഇങ്ങോട്ട് എന്റെ കയ്യിൽ നിന്ന് അങ്ങോട്ട് കാശ് പോകുന്നതല്ലാതെ ഇങ്ങോട്ട് ഒരു ഗുണമുള്ള കാര്യം ചെയ്യാൻ. സമയം പോണ പോക്കേ. മണ്ടൻ നിങ്ങളുടെ പേര് അതെ എന്റെ പ്രൊഫൈലിൽ എന്താ പറയുക നിങ്ങൾക്ക് കേട്ടോ? നിങ്ങൾ സെലിബ്രിറ്റി പേഴ്സണൽ ട്രെയിനർ, ഇന്റർനാഷണൽ ബോഡി ബിൽഡർ, മദർ തെരേസ അവാർഡ് ഹോൾഡർ. ഒന്നും വേണ്ട. ഒരു സെലിബ്രിറ്റീസിനെ പേഴ്സണൽ ട്രെയിനിങ് ചെയ്യിക്കാന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇന്ന് വരെ ഒരേ പേരുള്ളൂ. അല്ലെങ്കിൽ ഞാൻ മണ്ടനായിട്ടല്ല, നിങ്ങളോടൊക്കെ കളിക്കാനുള്ള നല്ല തലയുണ്ടായിട്ട് വന്നത്. എനിക്ക് ഒറ്റയ്ക്ക് കളിക്കാനാണ് ഇഷ്ടം. അതാണ് എൻ്റെ ഗെയിം. ബാക്കിയുള്ളവരൊക്കെ ഞാൻ പിന്നെയും പറയും, ഈ സാധനത്തിനെ കണ്ടോ, എന്തേലും കഴിവുണ്ടോ പുള്ളിക്ക്? അത്ര അച്ചീവ്മെന്റ് എങ്കിലും ഉണ്ട്, എന്തെങ്കിലും കഴിവുണ്ടോ? എനിക്ക് തോന്നിയിട്ടില്ല. ബാക്കി എല്ലാവരും പിന്നെയും പറയാം. അറ്റ്ലീസ്റ്റ് ജാസ്മിൻ പറയാം, നല്ലൊരു സക്സസ്ഫുൾ യൂട്യൂബറാണ്, ഇതൊക്കെയാണ്. പക്ഷെ പുള്ളിക്കാരി എല്ലാവരും ഭയങ്കര പുച്ഛമാണ്. ഒരു കാര്യം റെസ്പെക്ട് ചെയ്യൂല. എനിക്കതിൽ ഭയങ്കര ഇതാണ്. അടുത്തോട്ടാണ് വിളിച്ചാ പോവാ ബിഗ് ജോസ്. GTA 6 2 മാസം മുമ്പ് ട്രെയിലർ ഇറങ്ങിയായിരുന്ന. അത് ഒഫീഷ്യൽ അല്ലല്ലോ. അല്ല, ഒഫീഷ്യൽ ട്രെയിലർ ഇറങ്ങിയായിരുന്നു. പക്ഷെ അണ്ണാ 2 മാസം അല്ലാതെ ഇറങ്ങിയിട്ട് 7 മാസമായി. ടൈം പോണതാണ്ടാ. 7 മാസോ? ഓ നല്ല വയസ്സായി. ബ്രോ പുള്ളിക്കാരി PT ടീച്ചർ അല്ലേ ബ്രോ? അതുകൊണ്ടല്ല പറഞ്ഞേ ബ്രോ. അതിനകത്ത് കേട്ടോ, ഒരാൾക്കാർ ഓരോന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് പുച്ഛിച്ച് താറ്റും. അതിനോട് എനിക്ക് താല്പര്യമില്ല. ഒരു പുള്ളി ജിൻഡോ ആയാലും ജിൻഡോ മാത്രമല്ല കുറേ പേരുടെ ഇന്നത്തെ കണ്ടിട്ടുണ്ട്. പുള്ളിക്കാരാണെങ്കിലും പുള്ളിക്കാരൻ്റെ അച്ചീവ്മെൻറ്റ്സാണ് പറയണം. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. പുള്ളിയുടെ പേഴ്സണൽ യഥാർത്ഥത്തിൽ നടത്താനല്ലേ പറയണേ, വെറുതെ തെള്ളുമല്ലല്ലോ. പുള്ളിയുടെ
അതെ ഇപ്പൊ ഞാൻ പറയാം സനയെ കാണാൻ പോയ കഥ പറയുവാണെങ്കിൽ മറ്റേ നീ അടിച്ചവന്റെ മോന്ത പറ്റിച്ചോ കുഴപ്പമില്ല. മറ്റേ എടാ അതൊക്കെ സത്യമാണ് കേട്ടോ, അതൊക്കെ സത്യമാണ് പുള്ളി പറഞ്ഞത്. സനയെ കാണാൻ പോയ കഥ പറഞ്ഞാൽ ഓക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്യാം. പക്ഷെ ഇതൊക്കെ പുള്ളിയുടെ പേഴ്സണൽ യഥാർത്ഥത്തിലുള്ള അച്ചീവ്മെന്റ്സ് അത് പറയുമ്പോൾ കളിയാക്കണതിനോട് എനിക്ക് യാതൊരു താല്പര്യമില്ല. അത് നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അല്ലെ ഒന്നും വേണ്ട, റെസ്പെക്ട് ചെയ്യണ്ട, അറ്റ്ലീസ്റ്റ് കേട്ടിരിക്കാലോ. ഓക്കെ ഞാൻ എന്താ ഓക്കെ പുള്ളി അതാണ്, ഓക്കെ ശരി പുള്ളി അതാണ്, കേട്ടിരിക്കാലോ, കളിയാക്കണ്ട. ഞാൻ നീ ആലോചിക്കേ 2024 ഇങ്ങനൊരു ഫ്രെയിം വന്നാലുള്ള അവസ്ഥ. ആലോചിക്കാൻ പോലും വയ്യ, ആലോചിക്കാൻ പോലും അല്ലേ. എന്റെ അമ്മോ അതെന്ത് സാധനമായിരിക്കും അത്. നോക്കിക്കാൻ തന്നെ പേടിയോ പണ്ട ഒന്നാമത്തെ കാര്യം ജയിലറില് പുള്ളിക്ക് ആക്ഷൻ സീൻസേ ഇല്ല നീ വലുതായിട്ട് കണ്ടല്ലോ. പക്ഷെ പുള്ളി ഫ്രെയിമിൽ നടന്നു വരുമ്പോ തന്നെ സ്ക്രീൻ നിറയും. നമ്മൾ മറ്റേ ഇങ്ങനെ നോക്കിയിരിക്കും, ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കും മറ്റേ ആ സീനൊക്കെ. എന്റെ അമ്മോ. എടാ റെഡിയായോ? താഴെ റെഡിയായോന്ന് ചോദിച്ചടാ, ഒന്ന് ചോദിച്ചിട്ട് പറഞ്ഞടാ. സമയം എത്രയായി? 10:30 ആയല്ലേ? നമുക്കത് ഇന്ന് കുറച്ച് അധികം തീർക്കമുണ്ട്. ഇന്ന് മിനിമം ഇന്ന് നമ്മള് ഗൈസ് ഇന്ന് എത്ര മീറ്ററിൽ നിർത്തണം? അവരെല്ലാം ഇട്ടോണ്ടിരിക്കുകയാണ് അങ്ങോട്ട്. എത്രയാണ്? 700 ആയില്ലേ? എത്രയായി ഇപ്പൊ ഞങ്ങൾ 700 2000 അല്ല 1700 അല്ലെങ്കിൽ 1000 മീറ്ററോ? ഇന്നൊരു 1300 1500 1200 എങ്കിലും അടിക്കണം. ഇന്ന് 1500 എങ്കിലും അടിക്കണം. നിങ്ങൾ പക്ഷെ നിങ്ങൾ 3 ദിവസം നല്ല രീതി പ്രോ ആയിട്ടാ. I love you but as a friend. Explain. Hotspot connected. No internet. സത്യം.